മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ അള്ളാനെ ധിക്കരിക്കുന്നുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടു കൂടി അവൻ എനിക്ക് അനുഗ്രഹങ്ങളൊന്നും തടയുന്നില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന തെറ്റുകൾ മൂലം ഏതെങ്കിലും ഒരു അനുഗ്രഹം തടഞ്ഞതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ടോ? അപ്പോ മഹാനവറുകളോട് പറഞ്ഞു, ഇല്ല, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറില്ല. അപ്പോ ഷേഖ് അവറുകൾ പറഞ്ഞു, എങ്കിൽ ഇതിൽ പരം എന്ത് വേണം? റബ്ബുമായിട്ടുള്ള മുനാജാത്ത് തടഞ്ഞ തന്നെ ഏറ്റവും വലുതല്ലേ എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു തിരിച്ച് ചോദിച്ചപ്പോഴാണ് അയാളുടെ മനമൊന്ന് തുറന്നത്. ചെറിയ വാക്കുകളിൽ ആ വലിയ മഹാദുരന്തം മഹാനവറുകൾ വരച്ച് കാണിച്ചു കൊടുത്തു. നമുക്കൊക്കെ റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്നുണ്ട്. റബ്ബിനെ നാം ധിക്കരിക്കുന്നുണ്ട് അതിൽ കൂടുതൽ. എന്നിട്ടും റബ്ബ് നമുക്കൊന്നും തടയുന്നില്ല എന്നുള്ള ചിന്തയിലാണ്. എങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? റബ്ബുമായിട്ട് എപ്പോഴും ഒരു തഅല്ലുഖ്, ഒരു ബന്ധം, മുനാജാത്ത്, റബ്ബുമായിട്ടുള്ളൊരു സംഭാഷണം, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്യലോടുകൂടെ ദുനിയാവിൽ എത്ര വലിയ അനുഗ്രഹങ്ങളും കിട്ടിയിട്ട് കാര്യമില്ല. റബ്ബുമായിട്ടുള്ള സംഭാഷണമാണ്, റബ്ബുമായിട്ടുള്ള ഒരു ബന്ധമാണ്, ഒരു കണക്ഷൻ എപ്പോഴും നമുക്ക് വേണം. നാം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എനി ടൈം റബ്ബുമായിട്ട് നാം ഇങ്ങനെ ഉൾക്കൊണ്ടൊരു സംഭാഷണം നടത്തി നോക്കൂ, ജീവിതം തന്നെ മാറി മറയുന്നത് കാണാം. ഒരു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും റബ്ബിനോട് ഇങ്ങനെ കഥകൾ പറയുക. എൻ്റെ റബ്ബേ, നീ തന്ന അനുഗ്രഹം, എൻ്റെ റബ്ബേ, എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വിഷമമുണ്ട് എന്ന് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടത്തത്തിലും എപ്പോഴും റബ്ബിനോടൊന്നിങ്ങനെ സംസാരിച്ചു നോക്കൂ. അതിൽ പരം ആനന്ദം വേറെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകളിൽ അവനെ സ്നേഹിക്കുന്ന അവന്റെ അഹ്ലുകാരിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.